ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള യാത്ര തുടരുകയാണ്. യാത്ര വീണ്ടും അതേ പഴയ പാതയിലൂടെ തന്നെ ഇപ്പോൾ 544 നാഷണൽ ഹൈവേ 544 എന്നറിയപ്പെടുന്ന പഴയ നാഷണൽ ഹൈവേ 47 അതിലൂടെയാണ് യാത്ര. ഇന്ന് ഒരുപാട് പ്രാവശ്യം പല വളരെയധികം പ്രാവശ്യം ഈ ഒരു ഹൈവേയുടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നാഷണൽ ഹൈവേ 47 ഇപ്പോൾ ഏതാണെന്നറിയാമോ? നാഷണൽ ഹൈവേ 47 ഗുജറാത്തിലെ ബാമൻബോർ എന്ന സ്ഥലത്തുനിന്ന് തുടങ്ങി മഹാരാഷ്ട്രയിലെ നാഗ്പൂർ വരെ വരുന്ന ആ ഒരു ഹൈവേ ആണ് ഇപ്പോൾ നാഷണൽ ഹൈവേ 47. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് 1990 ജൂൺ മാസം തൊട്ട് എത്ര തവണ ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇടയ്ക്ക് കുറച്ച് കാലം അതിൻ്റെ ഒരു സ്റ്റോപ്പ് വന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിലെ ഈ 4 ലൈനിൻ്റെ പണികൾ നടക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ഇതിൽ വരാറുള്ളൂ. കാരണം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് 2 ഫ്ലൈ ഓവറുകൾക്ക് മുകളിലൂടെയാണ്. ഒന്ന് പോട്ടോയിലുള്ള ഫ്ലൈ ഓവർ, 2 അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറമുള്ള ഒരു ഫ്ലൈ ഓവർ. അങ്ങനെ 2 ഫ്ലൈ ഓവർ കടന്നാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒന്ന് ചാലക്കുടി ആ ടൗണിനോട് ചേർന്നുള്ള ഫ്ലൈ ഓവറാണ്. അത് കഴിഞ്ഞ് പോട്ടയിലുള്ള ഫ്ലൈ ഓവറാണ് രണ്ടാമത്തത്. അത് കഴിഞ്ഞ് നീങ്ങുമ്പോഴും നമ്മുടെ ഹൈവേ ഓരത്തെ കാഴ്ചകൾ ഇങ്ങനെയുള്ളതാണ്. കുറേ മണ്ണൊക്കെ കുറേ സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത് അപ്പോളോ ടയേഴ്സിൻ്റെ മുമ്പിലേക്കാണ്, പേരാമ്പ്രയിലുള്ള. നമ്മളിപ്പോൾ അതിൽ വഴിയൊന്ന് തിരിച്ച് ഡീവിയേറ്റ് വിട്ടിരിക്കുകയാണ്. കാരണം ഈ അപ്പോളോ ടയേഴ്സിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയിട്ട്, ആ മെയിൻ ഗേറ്റിൽ നിന്നും കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയിട്ട് അവിടെ 3ാമത്തെ ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ പണ്ട് തന്നെ, ഒരുപക്ഷെ 2004 to 2011 കാലഘട്ടത്തിലോട്ടാണ് ഈ നാഷണൽ ഹൈവേ 544 ഇവിടെ 4 ലൈൻ ആക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ ചെയ്തു തീർക്കേണ്ട പണികളായിരുന്നു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്ലൈ ഓവറുകളും നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെ പണികൾ നടക്കുന്നുണ്ട്. എന്നാലും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ആകാവുന്നതായിരുന്നു. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള തിരക്ക്. ഞാൻ ഈ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ട്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ KSRTC സ്റ്റാൻഡ് പുതുക്കാട് അതും കഴിഞ്ഞിരിക്കുന്നു. ആമ്പല്ലൂരിലേക്ക് എത്തിയിരിക്കുന്നു. ആമ്പല്ലൂരൊക്കെ ശരിക്കും ആദ്യം പണിത് വരുമ്പോൾ തന്നെ വേണ്ടതാട്ടോ. ശരിക്കും ഈ ഫ്ലൈ ഓവറുകളൊക്കെ പണിത് വരേണ്ടതായിരുന്നു. കാരണം അവിടെയൊക്കെ ഇപ്പോൾ ചില സമയത്ത് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമുക്ക് മനോഹരപ്പെട്ടു പോകും എന്ന് തന്നെ വേണം പറയാൻ. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അടുത്ത ബ്ലോക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേപ്പറുകളിലും വാർത്തയിലൊക്കെ ഇടം നേടിയാണ് നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ഒരു ബ്ലോക്ക്. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വണ്ടി മേടിക്കുമ്പോൾ ടോള് കൊടുക്കാൻ നമ്മൾ എന്തൊക്കെയായാലും ബാധ്യസ്ഥരാണ്. അത് കൊടുത്തേ പറ്റൂ. കാരണം ഗവൺമെൻറ്റിന് ഒരു വരുമാനം കൂടിയാണ്. അല്ലാണ്ട് നമ്മൾ 15 കൊല്ലത്തെ ടാക്സ് ആദ്യം അടച്ചതാണല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഏതായാലും പാലിയേക്കര ടോൾ പ്ലാസയിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞത് വണ്ടി നേരെ ഹൈവേയിൽ നിന്നും തിരിഞ്ഞ് തൃശ്ശൂർക്കുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സമയത്ത് ചിന്തിക്കുന്നത്, ഞാൻ ഈ ഏകദേശം 35 കൊല്ലമായിട്ട് മിക്കവാറും ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ തൃശ്ശൂർ ഈ റൂട്ടിലെ ഒരു കാഴ്ചകൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അന്നത്തേൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഒല്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒല്ലൂരിൽ ഈ കാണുന്ന ഒരു റോഡ് ആ സമയത്തില്ല കേട്ടോ. അവിടെ ഒരു ലെഫ്റ്റിലേക്ക് അത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് ആ റോഡ് ചെന്ന് ചേരുന്നത്. അതുപോലെ തന്നെ അത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ സൈഡിലേക്കും ചെല്ലുന്നുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് ഞാൻ അതിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ നമ്മൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തൻ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. തൃശ്ശൂർ വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കൊല്ലത്തോളം ഇവിടെ താമസിച്ച് പഠിച്ചതാണ്.
കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധം തൃശ്ശൂരിനോടുണ്ട്. ശരിക്കും ഒരു രണ്ടാമത്തെ വീട് എന്നൊക്കെ പറയാൻ പറ്റിയ തരത്തിലുള്ള ഒരു ആത്മബന്ധം ശരിക്കും തൃശ്ശൂരിനോടുണ്ട്. എത്രയോ പ്രാവശ്യം പൂരത്തിനും ഒക്കെ വന്നു പോയിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് ചിന്തിക്കുന്നത് ചൊവ്വാഴ്ച എനിക്ക് പൂരത്തിന് വരാൻ പറ്റുകയില്ലല്ലോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതേപോലെ ഇവിടുന്ന് ബസ് സെക്കൻഡ് സ്റ്റാൻഡിൽ ഇറങ്ങാനുള്ള ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KSRTC സ്റ്റാൻഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ ഒന്നുകൂടി ബസ് നിർത്തി ആളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ ശരിക്കുമുള്ള സ്റ്റോപ്പ് ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇത് സെക്കൻഡ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെയൊക്കെ സാധാരണ നേരത്തെയൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് അത് കാണാമായിരുന്നു. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഇവിടെ ഒരു തൃശ്ശൂരിൻ്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞ ഒരു നമുക്ക് അതായത് പെഡസ്ട്രിയന് നടക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു AC യിലുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കോട്ടയത്ത് ചെല്ലുമ്പോഴും മിക്കവാറും ഇതുപോലത്തെ ഒരെണ്ണം കാണാം. പക്ഷേ അത് ഇതുവരെ അതിൻ്റെ പണികൾ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതേപോലത്തെ ഒരെണ്ണം ഉദ്ദേശിച്ചാണ് കോട്ടയത്ത് പണിത് വച്ചിരുന്നത്. നമ്മളിപ്പോൾ കണ്ടതും കുറേ നാളിങ്ങനെ ഒരു പണിയും നടക്കാണ്ടുള്ള രീതിയിൽ കിടന്നിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണത് പണിത് AC ആക്കി. ഏതായാലും അതുകൊണ്ട് തന്നെ ആ ഒരു റൗണ്ട് അബൌട്ടിലെ തിരക്ക് വളരെ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ KSRTC സ്റ്റാൻഡിലേക്കുള്ള വഴിയിലാണ്. സ്റ്റാൻഡിലേക്കുള്ള ആ ഒരു വഴിയിലെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇത്. വളരെ നമുക്ക് ഇവിടെയൊക്കെ ഞാൻ മാറ്റം വന്നു കേട്ടോ. നമ്മൾ അങ്ങനെ പറയാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും കുറേ സ്ഥലങ്ങൾക്ക് വലിയ മാറ്റങ്ങളില്ല എന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഇവിടെയൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ മിക്കവാറും ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയത്തൊക്കെ ഇവിടെയൊന്നും കെട്ടിടങ്ങൾ പോയിട്ട് ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള പഴയ രീതിയിലുള്ള കുറേ കെട്ടിടങ്ങൾ. ഏതായാലും അതൊക്കെ മാറിയിരിക്കുന്നു. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡിന് ഇപ്പോഴും മാറ്റമില്ല. അതേ രീതിയിൽ തന്നെയുണ്ട്. ഏതായാലും സ്റ്റാൻഡിലേക്ക് ചെല്ലുന്നതിനായിട്ട് ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ റോഡില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം കാണുന്ന വഴിയിലൂടെ സെക്കൻഡ് സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കഞ്ചേരിയോ അല്ല കൊക്കാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞൊക്കെയാണ് നമ്മൾ കുറുപ്പൻ റോഡിൻ്റെ മുമ്പിൽ വന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരിട്ട് കയറാൻ പാകത്തിന് ഒരു റോഡ് ഇതേ ഒരു 10-20 കൊല്ലത്തോളം ആയിട്ടുണ്ട് ഈ റോഡ് വന്നിട്ടെങ്കിലും ഇവിടെ ഇപ്പോഴും നല്ല രീതിയിലുള്ള ബ്ലോക്ക് ചില സമയത്തുണ്ട്. കാരണം ഈ കൊക്കാലയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ആ ചുവന്ന ബസ് കാണുന്നതൊക്കെ ആ കൊക്കാലയിൽ നിന്ന് തിരിഞ്ഞ് വരുന്ന വണ്ടികളാണ്. കൊക്കാലയും അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ജംഗ്ഷനിൽ നിന്നൊക്കെ തിരിഞ്ഞ് വരുന്ന വണ്ടികളാണ്. കുറുക്കഞ്ചേരി അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളാണ്. ഇത് ചില സമയത്ത് മിക്കവാറും വൈകിട്ട് അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഇവിടെ ഒന്ന് കയറി ഇറങ്ങി പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഏതായാലും ബസ് നേരെ തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് ചെന്ന് കയറുന്നു. അപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിലേക്കാണ് വളരെ കുറച്ച് മാത്രം ഞാൻ ഏതായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു രീതി എങ്ങനെയൊന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊന്നും ബസ് ഇതുപോലെ ഈസി ആയിട്ടൊന്നും കയറ്റിയിടാനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഏതായാലും ബസ് ബാക്കിലേക്ക് കയറ്റിയിട്ടു ഞാൻ നേരെ സ്റ്റാൻഡിലിറങ്ങി മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും